നീറ്റ് 2025 എക്സാമിനേഷൻ്റെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വിലയിരുത്തലാണ് ഈ വീഡിയോ. എന്താണ് ശരിക്കും സംഭവിച്ചത്, എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്, ഇതിൽ നിന്ന് എന്ത് പാഠമാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്? ശരിക്കും നമ്മൾ ചോദിക്കേണ്ട ചോദ്യം എന്ന് പറയുന്നത്, എന്തുകൊണ്ട് നമ്മളെ മക്കൾക്ക് ഈ എക്സാം വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല, എന്തുകൊണ്ട് നമ്മളെ മക്കൾക്ക് ഈ എക്സാം പ്രതിരോധിക്കാൻ വേണ്ടി പറ്റിയില്ല എന്ന് വേണം ചോദിക്കാൻ. സോ ഇതിനുള്ളൊരു മറുപടി എന്ന് പറയുന്നത്, കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മളെ എക്സാം പാറ്റേൺ ഒരു വ്യത്യാസം ഉണ്ടായതുകൊണ്ട് നമ്മളെ കുട്ടികളെ നമ്മൾ വേണ്ടവണ്ണം ട്രെയിൻ ചെയ്തിട്ടില്ല എന്ന് വേണം പറയാൻ. എന്താണ് ഞാൻ പറഞ്ഞു വരുന്നത്? 2012 വരെ നമ്മൾ നീറ്റ് എക്സാമിനേഷനെ വിളിച്ചുകൊണ്ടിരുന്നത് AIPMT എക്സാമിനേഷൻ എന്നായിരുന്നു. അതിന് 2 ഫേസിലായിട്ടായിരുന്നു കണ്ടക്ട് ചെയ്തത്. ഏതുപോലെ നമ്മൾ JEE മീൻസ് JEE അഡ്വാൻസ് പോലെ AIPMT പ്രിലിംസ് മീൻസ് എന്ന രീതിയിൽ വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എക്സാമിനേഷൻ ആയിരുന്നു നമ്മൾ എക്സാമിനേഷൻ. 2013 തൊട്ട് അങ്ങോട്ട് സിംഗിൾ ഫേസ് ഓഫ് എക്സാമിനേഷൻ ആയിട്ടാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2013 അതിനെ മാറ്റി നീറ്റ് എന്ന് പറഞ്ഞ് വിളിച്ചു. 2014-15 കാലഘട്ടത്തിൽ വീണ്ടും അതിനെ AIPMT എന്ന് പറഞ്ഞ് വിളിച്ചു. അങ്ങനെ 2018 വരെ നമ്മൾ നീറ്റ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു എക്സാമിനേഷൻ ആയിരുന്നു. നമ്മളിപ്പം നമ്മളെ മക്കൾക്ക് ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ നമ്മൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്, സാറേ ഇതൊക്കെ നമ്മളെ ലെവലിലുള്ളതാണോ, ഇതൊക്കെ JEE ലെവലല്ലേ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 2018 വരെ JEEനോട് കടപിടിക്കുന്ന ഒരു എക്സാമിനേഷൻ ആയിരുന്നു നീറ്റ് എക്സാമിനേഷൻ എന്നുള്ളതാണ്. സോ അവിടെ ശരിക്കും പിന്നീട് എന്താണ് സംഭവിച്ചത്? നമ്മൾ കോവിഡ് വരികയും എക്സാം വളരെ വളരെ സിമ്പിൾ ആവുകയാണ് ചെയ്തത്. സോ ഇതുകൊണ്ട് എന്താണ് സംഭവിച്ചത്? ഇതുകൊണ്ട് നമ്മളെ കോച്ചിങ് ഇൻറ്റൻസിറ്റിയിൽ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള വ്യത്യാസം വന്നു അല്ലേ? എന്തുകൊണ്ട്? കാരണം എക്സാം വളരെ വളരെ സിമ്പിളായി, അതിൻ്റെ ആവശ്യമുള്ളൂ. സോ കോച്ചിങ് ഇൻറ്റൻസിറ്റിയിൽ വളരെ വളരെ ഒരു ലഘൂകരണമാണ് വന്നിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ NCERTയിലെ ലൈൻസൊക്കെ വളരെ അടിപൊളിയായിട്ട് ഇങ്ങനെ സ്പൂൺ ഫീഡ് ചെയ്യുക, ഫോർമുലാസ് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ എന്ന് പറഞ്ഞ് പഠിപ്പിക്കുക. അത് തക്കമാണ് കുട്ടികൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. കുട്ടികൾക്ക് എന്തറിയില്ല, ഇതിൻ്റെ ബാക്കിലെ കൺസെപ്റ്റ് എന്താണ്, എന്തുകൊണ്ടാണ് ആ എലമെൻറ്റ്സ് അവിടെ വന്നത്, ഇതിലൊരു എലമെൻറ്റ് മാറിയാൽ എങ്ങനെ ഐഡിയ മാറും എന്നുള്ള രീതിയിൽ കുട്ടിക്ക് എന്തറിയില്ല മക്കളെ, ഫണ്ടമെൻറ്റൽസ് അറിയില്ല. ഇതിനാരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്താണ്? എക്സാം സിമ്പിളായിക്കൊണ്ടിരിക്കുകയായിരുന്നു. സോ ഇവിടെ അല്ലേ ഈ ഒരു കാരണമാണ് ഏറ്റവും കൂടുതൽ ഒരു പ്രശ്നമായിട്ട് ഈ എക്സാമിൽ വന്നിട്ടുള്ളത്. ഇനി രണ്ടാമതൊരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ മോക്ക് എക്സാമിനേഷൻസ്. നമ്മൾ ഇന്ത്യ ഒട്ടാകെ പല സെൻറ്റേഴ്സിലായിട്ട് നടന്നിട്ടുള്ള മോക്ക് എക്സാമിനേഷൻസ് ഒക്കെ ടോപ്പേഴ്സിന് അനായാസമായിട്ട് എന്ത് സ്കോർ ചെയ്യാമായിരുന്നു? 700+ ഒക്കെ സ്കോർ ചെയ്യാമായിരുന്നു. സോ ഇതിൻ്റെ പ്രശ്നം എന്താണ്? ഒരു ടഫായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് കുട്ടികൾ വളരെയധികം പാനിക്കാവാണ് അല്ലേ? ഒരു ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് കുട്ടികൾ എന്ത് ചെയ്യുന്നില്ല? ആലോചിക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുന്നില്ല, ഒരു ധൈര്യം കാണിക്കുന്നില്ല. അഥവാ ഒരു ക്വസ്റ്റ്യൻ പോയാലും കുഴപ്പമില്ല, അടുത്ത ക്വസ്റ്റ്യൻസ് വളരെ ഫ്രഷായിട്ട് നോക്കിക്കാണാം എന്നുള്ള രീതിയിൽ കുട്ടികൾ എന്ത് ഡെവലപ്പ് ആയില്ലടാ? ആ മൈൻഡ് സെറ്റ് ഡെവലപ്പ് ആയില്ല. സോ ഇതൊക്കെയാണ് പ്രതികൂലമായിട്ടുള്ള ബാധിച്ചത്. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഇന്ത്യ ഒട്ടാകെയുള്ള ഒരു കോച്ചിങ് ടെൻഡൻസിൽ കോച്ചിങ് മെത്തേഡ് എന്ന് പറയുന്നത് ഇതായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഒട്ടാകെയുള്ള കുട്ടികൾ ഈ ഒരു അങ്കലാപ്പിലാണ് ഈ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു രീതിയിലാണ് എക്സാം പേപ്പർ അനുഭവപ്പെട്ടത് കൊണ്ട് തന്നെ നമ്മളെ കട്ട് ഓഫ് നല്ലവണ്ണം കുറയും. അതുകൊണ്ട് തന്നെ എൻ്റെ മക്കളെ റാങ്ക് നല്ലവണ്ണം ഉണ്ടാവും അല്ലേ? നിങ്ങൾ കഴിഞ്ഞ കൊല്ലം വെച്ച് കമ്പയർ ചെയ്യരുത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഓൾ ഇന്ത്യ ലെവൽ 50,000-ഓളം വരുന്ന ഗവൺമെൻറ് സീറ്റ്സ് ഉണ്ട്. ആ സീറ്റ്സ് എവിടെയും പോയിട്ടില്ല, അല്ലെങ്കിൽ യാതൊരു കുറവും സംഭവിച്ചിട്ടില്ല. സോ നിങ്ങൾക്ക് എന്തായാലും മാർക്ക് കുറവാണെങ്കിലും റാങ്ക് നല്ലവണ്ണം ഉണ്ടാവും, സീറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതിൽ യാതൊരു ടെൻഷനും നിങ്ങൾ അടിക്കേണ്ട ആവശ്യമില്ല. ഇനി ഈ പ്രാവശ്യം എക്സാം എഴുതാൻ വേണ്ടി പോകുന്ന മക്കളോടാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. മക്കളെ, നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ദയവ് ചെയ്ത് നിങ്ങളെ ഫണ്ടമെൻ്റൽസ് സ്ട്രോങ് ആക്കുക. എങ്ങനെയാണ് ഈ ഫണ്ടമെൻ്റൽസ് സ്ട്രോങ് ആക്കുക? നിങ്ങൾ എസ്പെഷ്യലി ഫിസിക്സിൽ ഒരു കൺസെപ്റ്റ് പോലും കാണാപ്പാഠം പഠിക്കരുത്. എന്തുകൊണ്ടാണ് ആ സാധനം എപ്പോഴും പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ചോദിക്കുക, വൈ, ഹൗ, എങ്ങനെയാണ് ആ സാധനം വന്നിട്ടുള്ളത്, എന്തുകൊണ്ടാണ് ആ സാധനം വന്നിട്ടുള്ളത്, അത് വന്നതുകൊണ്ട് എന്താണ് എന്ന രീതിയിൽ ഓരോ സമയത്തും നിങ്ങൾ തന്നെ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് വേണം സാധനത്തെ പഠിക്കാൻ. ഞാൻ എൻ്റെ മക്കളോട് എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, നമ്മൾ ഈ കൺസെപ്റ്റ് എന്ന് പറഞ്ഞൊരു സ്ട്രിങ് ഉണ്ടല്ലോ, ആ സ്ട്രിങ്ങിൽ യാതൊരു വിധ വിടവോ ഗ്യാപ്പോ വരാൻ വേണ്ടി പാടില്ല, ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പരിപാടി വരാൻ വേണ്ടി പാടില്ല. അത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സ്ട്രിങ് ആയിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പോൾ മക്കളെ, ഇപ്രാവശ്യം നമ്മൾ എക്സാം എഴുതിയ മക്കളോട് എനിക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത്, നിങ്ങളെപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടായത് നീറ്റ് എന്ന് പറയുന്നത് ഒരു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള എക്സാമിനേഷനാണ്. 720 മാർക്ക് വാങ്ങിക്കാൻ ഇതെന്തല്ല ഒരു ബോർഡ് എക്സാമോ മറ്റുള്ള രീതിയിലുള്ള എക്സാമല്ല, മറിച്ച് ഒരു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള എക്സാമിനേഷനാണ്. ഇവിടെ മാർക്കിനല്ല ഇമ്പോർട്ടൻസ്, റാങ്കിനാണ് ഇമ്പോർട്ടൻസ്. നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ട കാര്യം എന്താണ്? ഓൾ ഇന്ത്യ ലെവലിൽ നമുക്ക് 50,000-ഓളം വരുന്ന സീറ്റ്സ് ഉണ്ട്. അതിൽ യാതൊരു വിടവും സംഭവിച്ചിട്ടില്ല, ആ സീറ്റ്സ് അവിടെ തന്നെ ഉണ്ട്. സോ നമ്മളെ റാങ്ക് നല്ലവണ്ണം ഉണ്ടാവും. നിങ്ങളുടെ മാർക്ക് കുറവാണെങ്കിലും ഇപ്രാവശ്യം കട്ട് ഓഫ് കുറയാൻ സാധ്യതയുള്ളത് കൊണ്ട് നിങ്ങളുടെ റാങ്ക് നല്ല ടോപ്പ് നോച്ച് ആയിട്ടുണ്ടാവും. സോ എല്ലാവരും പോസിറ്റീവായിട്ട് ഇനിയുള്ള ദിവസം റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. സോ അണ്ടിൽ ദെൻ ആക്കിഫ് സൈനിങ് ഓഫ്. ബൈ.